ആടാ, ഇരി 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 ഇരി. അയ്യോ, കിട്ടിയില്ല. അവിടെ ഇരി, അവിടെ ഇരി. ആ, കാണാനില്ലല്ലോ നിന്നെ. ഉം. ഞാൻ പിന്നെ അറിയാലോ ഇങ്ങനെ ഒരു ഇത് കഴിഞ്ഞ പിന്നെ ഞാൻ പോയില്ല. ജോബൊക്കെ ഇനി നോക്കണം. സീന അയ്യോ, പറഞ്ഞ പോലെ തന്നെ വീട്ടിൻ്റെ അകത്തൊക്കെ ഇരിക്കണ ഭയങ്കര സീനാ. ശോകം എന്ന് വെച്ചാൽ നമുക്ക് സീരീസും കാര്യങ്ങളൊക്കെ കാണാം, എന്നാലും ഒരു പോയിൻ്റ് വരെ മടുക്കൂലേ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ഒരു ഏജിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സക്സസ് ആവണം, വെറുതെ ടൈം കളയും, അങ്ങനെയൊക്കെ തോന്നാം അല്ലേ. എനിക്കറിയാമല്ലോ അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ. ശരിയാ, ആക്ച്വലി ഇപ്പം ജോലി കറണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും വർക്ക് ചെയ്തിരുന്നപ്പം ഇറക്കണമെന്നായിരുന്നു ആഗ്രഹം. വർക്കില്ലാത്ത പക്ഷെ വർക്കില്ലാത്തതിൻ്റെ മനസ്സിലായല്ല. കാര്യം ജോലി ഇല്ലെങ്കിൽ ഭയങ്കര സീനാണ് കേട്ടോ. ജോലിയുള്ള ആക്ച്വലി ഞാൻ കുറേ ജോബ് പോയിട്ടുണ്ടെങ്കിലും നേരത്തെ ചെയ്യുന്ന ജോബ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ ബിസിനസ് പോലത്തെ ഒരു ജോബാണ്. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ഫിക്സ്ഡ് സാലറി അല്ല. ഇവൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, അവരുടെയൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് പോയിട്ട് ഇറങ്ങിയതാണ്. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ജോബ്. ഇഷ്ടപ്പെട്ട് ചെയ്തതിലെ കാര്യമുള്ളൂ അല്ലേ. അപ്പം ആ ഒരു ഇഷ്ടം പോയപ്പോൾ ഇറങ്ങിയതാണ്. അതെ, പക്ഷെ ഇപ്പം എനിക്ക് മിസ് ചെയ്യാനുണ്ട്. ഞാൻ ശരിയാ, സത്യം പറയണേ മിസ് ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നീട് ജോലി കയറിയപ്പോൾ ഇപ്പോൾ കോർപ്പറേറ്റ് ബിഹേവിയർ നിനക്കറിയാമല്ലോ, നീ വർക്ക് ചെയ്യണല്ലേ. കോർപ്പറേറ്റ് ബിഹേവിയർ സീനാണ്. അല്ലെങ്കിൽ അങ്ങനെ ഇത്തിരി ഇതുള്ളവർക്ക് എനിക്കൊന്നും തോന്നത്തില്ല. കൊച്ചു സംസാരമൊന്നും ഇല്ല. ഞാൻ വിചാരിച്ചില്ല അങ്ങനെ നടക്കുമെന്ന്. കാര്യം അതൊക്കെ ആലോചിക്കാൻ ഭയങ്കര സീനാണ് കേട്ടോ. കാര്യം ഇപ്പം നമ്മൾ ഫ്രണ്ട്സാണ്. അപ്പം നമ്മൾ ഫ്രണ്ട്സാണല്ലോ, ഇത് എപ്പോഴും ഇങ്ങനെയല്ലേ, ഫ്രണ്ട്സാണല്ലോ. മേ ബി നാളെ സമയത്ത് അങ്ങനെ അടിയായിട്ട് ശത്രുക്കളായിട്ട് പിരിയാം. സ്റ്റിൽ മേ ബി അവിടെ ഒരു ചാൻസ് ഉണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. കാര്യം ഞാൻ അവരുടെയൊക്കെ കുറച്ചാളും ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടിൻ്റെയിലൊക്കെ ഞാൻ തന്നെ പോയി സംസാരിച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല, സംസാരിക്കാത്ത പറഞ്ഞിട്ട് ഒക്കെ രൈസ. അപ്പം അങ്ങനെ തിരിച്ച് വരാത് പിണക്കമൊക്കെ എന്താണ്, മേ ബി ഒന്നേ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാം, അല്ലെങ്കിൽ ഒരാൾ അഴിഞ്ഞു കൊടുത്താൽ മാറാവുന്നതാവാം. മേ ബി ഇതും അങ്ങനെ മിണ്ടുമായിരിക്കും പിന്നീട്. പക്ഷേ എന്തോ ചില രീതിയിൽ നമുക്ക് തോന്നത്തില്ലേ, വൈ ഞാൻ ഈ ആളുടെ ഞാൻ പറഞ്ഞു ബി വിത്ത് മീ എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യമില്ലേ. ബി വിത്ത് മീ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് വീട്ടുകാരുടെ അങ്ങനെയല്ല, സ്റ്റിൽ എന്താ എനിക്ക് ഞാൻ ഇതേപോലെ അല്ല ഇൻ ഫ്രണ്ട് ഓഫ് വീട്ടുകാർ. ഐ ഡോണ്ട് നോ വൈ. ശരി പറഞ്ഞാൽ ഞാനും ഒരു +2 വരെയൊക്കെ ഇൻട്രോവേർട്ടായിരുന്നു. ഇപ്പം നീ എന്നെ എത്ര എക്സ്ട്രോവേർട്ടെന്ന് പറഞ്ഞാലും ഞാൻ +2 വരെയൊക്കെ ഞാനും ഇൻട്രോവേർട്ടായിരുന്നു. പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരു പോയിൻ്റ് വരെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അറിയാമല്ലോ, they are making fun of us. വേറെ കാര്യമുണ്ട്, നമ്മളിപ്പോൾ എന്താണോ, നമ്മളിപ്പോൾ ആരുമാണെന്നല്ല, സ്റ്റിൽ ഈ പ്രായത്തിൽ നമ്മളൊരു ക്യാരക്ടർ ഉണ്ടല്ലോ. ഇതെല്ലാം കടന്ന് വന്നു എന്നുള്ള, അതാണ് നമ്മളെ ക്യാരക്ടർ.
തീ എന്തിനാണ് മറ്റേ ചോദിച്ചത്? കൊച്ചിൻ്റെ കാര്യേ തക്ക ഞാൻ തന്നെ ആയിരുന്നു. മേ ബി അതിനകത്ത് ആ സമയത്ത് മേ ബി എനിക്ക് എൻ്റെ ഇമോഷൻസ് ഞാൻ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പഠിക്കാത്തതുകൊണ്ടാവാം. മേ ബി പ്രായത്തിൻ്റെ ഒരു പിടിയില്ല. സ്റ്റിൽ ഞാൻ അതൊന്നും മൂവ് ഓൺ ചെയ്തില്ല എന്നുള്ളതാണ് ദ ഹാർഡസ്റ്റ് തിങ്. നമ്മളെ മറ്റേ സിഗ്മയായിട്ടൊക്കെ പറയും എന്തുവാ അവർക്ക് വേണ്ടേ നമുക്ക് വേണ്ട എന്നൊക്കെ. അങ്ങനെയല്ലല്ലോ എന്നാലും സ്റ്റിൽ എല്ലാം ശരിയാവും. പറഞ്ഞ പോലെ അവൾ എല്ലാ വർഷവും തുടക്കം പറയില്ലയോ ഈ വർഷം എല്ലാം ശരിയാവും. ഊനോ ആർക്കറിയാം. പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലേ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മേ ബി ചിലപ്പോൾ ആധികാരികതയിലോട്ടൊക്കെ പോയി കാണും. ഇറങ്ങണ്ടേ എവിടെയെങ്കിലും? അയ്യോ അന്ന് പോയ നൈസായിരുന്നു. ഈ ഒരു ആലോചിച്ച് നോക്കി, നമ്മൾ ജസ്റ്റ് ഒരു ബർത്ത്ഡേയുടെ ഒരു ഇതിന് ഒരു 2-3 മണിക്കൂറല്ലേ ഉള്ളൂ. 2-3 മണിക്കൂർ നമ്മൾ നിന്നുള്ളത്. പക്ഷേ സ്റ്റിൽ നൈസായിരുന്നു. അയ്യോ ഞാൻ അവരുമായിട്ട് ഫസ്റ്റ് ടൈം അങ്ങനെ പോകുന്നതെന്ന് തോന്നുന്നു. അത് നീ അന്ന് പോയി, എനിക്കന്ന് കൊല്ലത്ത് മിസ്സായി. പിന്നെ ഫോണിലൊക്കെ സംസാരിച്ച് അത് ശിവനും വാട്സപ്പ് മെസ്സേജ് തിരിച്ച് റിപ്ലൈ അയക്കില്ല. അത് വിഷയം. ജോലിയുടെ കാര്യങ്ങളൊക്കെ അല്ലേ അറിയാം. എന്താ എല്ലാവരും അങ്ങനെയല്ല. നമ്മുടെ 1-2 മെസ്സേജ് അയച്ച് അങ്ങോട്ട് അയച്ചിട്ട് തിരിച്ച് ഒരു ഇതും ഇല്ലെങ്കിൽ നമുക്ക് അയക്കാൻ പാടാം. പക്ഷെ ഒരു മെസ്സേജ് അയച്ചാൽ പിന്നെ നമ്മൾ അയച്ചു പോകാന്നുള്ളതാണ് തിരിച്ച്. അതെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനകത്ത് ഞാൻ സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു സാധനം ഉണ്ടല്ലേ, സ്റ്റിൽ സെൽഫ് റെസ്പെക്റ്റും വിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊച്ചിൻ്റെ. ആക്ച്വലി ഇപ്പോൾ ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഭാഗം നൈസ് ഇന്ന് നോർമൽ ഒരാൾ സംസാരിക്കണം സ്വന്തമായിട്ട്, അയാളുടെ ഭാഗം പോസിറ്റീവായിട്ടേ സംസാരിക്കത്തുള്ളൂ. ഞാൻ അങ്ങനെ ആയിരിക്കും സംസാരിക്കുക. സ്റ്റിൽ ഞാൻ വലുതായിട്ട് അങ്ങനെ നമ്മൾ സംസാരിക്കാതിരിക്കാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്നാ എൻ്റെ. അതെ ഞാൻ നല്ലവനായി ഉണ്ണിച്ചാമി അങ്ങനെയല്ല. സ്റ്റിൽ പക്ഷെ ഒരുപാട് കാര്യം നമ്മളിപ്പോൾ ഇന്നലെ വരെ നമ്മൾ ചെയ്ത പല മിസ്റ്റേക്കും നാളും എന്തോ പറഞ്ഞോണ്ടിരുന്നത് നമ്മൾ ചെയ്ത മിസ്റ്റേക്കൊക്കെ ഞാൻ ഇപ്പം അങ്ങനെ സംസാരിക്കുന്നത്. നമ്മൾ പോയില്ല അവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു സ്പേസ് ഇട്ട് അറിയത്തില്ല എത്രയാണെന്ന്. ഇങ്ങനെ ആയിരിക്കില്ല നമ്മളിപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോകുമ്പോൾ ആരും മാക്സിമം അങ്ങനെ ആരും ഉണ്ടാക്കല്ലേ നോക്കുള്ളൂ. ഇങ്ങനെ അച്ചടി ഭാഷയിലൊന്നും സംസാരിക്കത്തില്ലല്ലോ. സീൻ നമ്മൾ ചെയ്ത പല മിസ്റ്റേക്കും ഇവൻ ചില പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കോളേജിൽ വെച്ചായാലും എൻ്റെ അടുത്തൊരു കൊച്ചു പറയാം എന്തുവാ പുള്ളി എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് എൻ്റെ മിസ്റ്റേക്ക് ടോട്ടലി ഞാൻ ഇപ്പോൾ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്നെ പഠിപ്പിച്ചൊരു പാടാണ്. ഒരുപാട് പേര് അങ്ങനെ നമ്മൾ ഒരുപാട് പഠിക്കുമല്ലോ ഒരുപാട് ആൾക്കാർ. ഇത് പുള്ളി ചിരിച്ചുകൊണ്ട് പറയുന്നതെല്ലാം തമാശയല്ലെന്ന് പറയും.
സത്യമല്ലേ? അതിൽ അതിൽ ഭയങ്കര ഒരു അർത്ഥമുണ്ടല്ലേ? ചിരിച്ചുകൊണ്ട് പറയണ എല്ലാം തമാശയല്ല. ശരിയല്ലേ? അയ്യോ, ഞാൻ പിന്നെ ഒരുപാട് തവണ സോറിയൊക്കെ പറഞ്ഞായിരുന്നു പിന്നീട്. അപ്പോൾ ആ പുള്ളിയൊക്കെ ഇപ്പോഴും വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. ഞാൻ കുറച്ച് കമ്പനി ഞാൻ നോക്കിയെങ്കിലും അതൊന്നും നല്ല ഇതായിട്ടൊന്നും വന്നില്ല. മേ ബി നമുക്കൊരാളെക്കുറിച്ചുള്ള മൊമെൻറ്റ്സും മെമ്മറീസും ഒക്കെ ആണല്ലോ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്. സോ ഇഫ് അയാൾക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു മൊമെൻറ്റും മെമ്മറിയൊക്കെ കൊള്ളത്തില്ലാത്തതാണെങ്കിൽ അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്താനല്ലേ ആകത്തുള്ളൂ. മേ ബി നമ്മൾ കൂട്ടുകാരുള്ളതാണ്. ലോൺലിനെസ് നിനക്കറിയില്ല. ഞാൻ അങ്ങനെ നിന്നെ ഞാൻ മറ്റേ കരയോ അങ്ങനെ വിചാരിക്കില്ല കേട്ടോ. സ്റ്റിൽ നമ്മൾ ഒരുപാട് പോയിന്റ് ലോൺലിനെസ് ആയി പോവാം ഇല്ലേ? പോയിട്ടല്ലേ? നീ എപ്പോഴേലൊക്കെ ഒറ്റയ്ക്ക് നീ എന്തുവാ ഈ ഷാറൂഖ് ഖാൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഐ ഫിയർഡ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് എന്നുള്ള. അറ്റാച്ച്മെൻ്റ് അവന് പേടിയ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ബ്രേക്കായി പോകുമ്പോൾ ഭയങ്കര വിഷമമായി. സത്യം. അയ്യോ, എൻ്റെ 1-2 പേരൊക്കെയാണ് പറയണ. 3-4 പേരുണ്ടെങ്കിൽ 1-2 പേരാ ഭയങ്കര ഇതായിട്ട് ഇപ്പം സംസാരിക്കാത്തതും. എനിക്ക് അത്രയും ഒരു സമയത്ത് അത്രയും ക്ലോസ് ആയിരുന്നവർ സംസാരിക്കാതിരിക്കുമ്പോൾ സീനാണ്. നിനക്ക് പിന്നീട് മനസ്സിലാവുന്നത്, കുറച്ചുകൂടെ വളരുമ്പോൾ മനസ്സിലാവും നിനക്ക്. അയ്യോ, കുറേ നേരം പോണ്ടേ, ഇറങ്ങണ്ടേ? അയ്യോ, നീ എന്തിനാ വന്നേ? ആക്ച്വലി അത് ചോദിച്ചില്ല. വെറുതെ. ശരി, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ശരി.